ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ഓൺ വോയിസ് അൺബോക്സിങ് ചെയ്യാനുള്ളത്. അതിനിതുവരെ കിട്ടിയ സാധനങ്ങളൊക്കെ ആരൻ്റേതായതുകൊണ്ട് ഇതുവരെ അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു DJI Osmo മൊബൈൽ SE വന്നിട്ടുണ്ട്. ഇത് എത്ര നാൾ കയ്യിലുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ അതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് DJI മൊബൈൽ SE. ഇത് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലുള്ളത് 3 ആക്സസ് സ്റ്റെബിലൈസേഷൻ, മാഗ്നറ്റിക് ഡിസൈൻ, പോർട്ടബിൾ ആൻഡ് ഫോൾഡബിൾ, ആക്റ്റീവ് ട്രാക്ക് 5.0. അപ്പോൾ ഇതിലെന്തൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ സാധനം റെഡിയാണ്. അപ്പോൾ സെറ്റ് വിളിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ളത് എന്താണെന്ന് നോക്കാം. ഇതിനുള്ളിലിപ്പോൾ ഇതിന് മേളിൽ തന്നെ ആയിട്ട് ഒരു ക്യാരി ബാഗ്, ഇതിനുള്ളിൽ ക്യാരി ബാഗ് ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ബുക്ക്ലെറ്റുകളുണ്ട്. അതല്ലാതെ ഇതിനുള്ളിലൊന്നുമില്ല. അപ്പോൾ അത് പോട്ടെ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റത്തിനെ പുറത്തെടുക്കാം. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. അയവ ഇനിയിപ്പോൾ ഇതിനെങ്ങനെ പിടിച്ച് പൊളിക്കും. ഇത് മൊബൈൽ ഹോൾഡർ, ഇതതിൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ് ആവാനാണ് ചാൻസ്. യെസ്, അത് സ്റ്റാൻഡ്. ഓക്കെ, ഇനി Type-C ചാർജിങ് കേബിൾ, അതും ഒരു സൈഡിലേക്ക് പോട്ടെ. ഇനി നമ്മളെ മെയിൻ ഐറ്റത്തിനെ പോണ്ടി പൊളിച്ച് നോക്കാം. നമ്മൾ ഇതിലേക്ക് ഫോൺ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫോൺ അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോണിൻ്റെ മുകൾ ഭാഗം, അതെപ്പോഴും അതിൻ്റെ മുകളിലെ ഒരു ഡോട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമ്മുടെ DJI Osmo മൊബൈൽ SEയുമായി അറ്റാച്ച് ചെയ്ത് നോക്കാം. ഇത് മാഗ്നറ്റിക് ആണ്. ഇത് ഇങ്ങനെ അടുത്ത് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാച്ച് ആയിക്കോളും. പിന്നെ അതിൻ്റെ മേൽഭാഗം തുറന്നതിന് ശേഷം പവർ ഓൺ ചെയ്യുന്നു. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ. പിന്നെ നമുക്ക് ലിവർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നെ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യണം. അതിനുശേഷം വീഡിയോ ക്യാപ്ചർ ചെയ്യാനും സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഒക്കെയുള്ള ഫീച്ചറുകളുണ്ട്. എന്തായാലും ഇതാണ് DJI Osmo മൊബൈൽ SE. ഇതിനെക്കുറിച്ച് ഒന്ന് ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി റിവ്യൂ ഞാൻ പറയാം. ഓക്കെ ബൈ ഗൈസ്.